പേരാമ്പ്ര നിയമസഭാ മണ്ഡലത്തിലെ ജനവിധി ബാലറ്റ് പെട്ടികൾ ഭദ്രമായിരിക്കെ വിജയ സാധ്യതകളെക്കുറിച്ച് അമിതമായ അവകാശവാദങ്ങൾ ഉന്നയിക്കാനില്ലെന്ന LDF കൺവീനറും സ്ഥാനാർത്ഥിയുമായ TP രാമകൃഷ്ണൻ. വോട്ടെണ്ണൽ ദിവസം വരെ നീളുന്ന പ്രവചനങ്ങൾക്കും അവകാശവാദങ്ങൾക്കും താൽക്കാലിക ആയുസ് മാത്രമേയുള്ളൂവെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നതുവരെ ആർക്കും വിജയപ്രതീക്ഷ പങ്കുവയ്ക്കാം. എന്നാൽ അത്തരം കണക്കെടുപ്പുകൾക്ക് താൻ മുതിരുന്നില്ല. ജനങ്ങൾ LDFന് അനുകൂലമായി ചിന്തിച്ചിട്ടുണ്ടെന്ന ശുഭപ്രതീക്ഷ തനിക്കുണ്ടെന്നും ബാക്കി കാര്യങ്ങൾ വോട്ടെണ്ണൽ കഴിയുമ്പോൾ വ്യക്തമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പേരാമ്പ്ര മണ്ഡലത്തിൽ പ്രചാരണത്തിനിടെ ഉണ്ടായ അനൗൺസ്മെന്റ് വിവാദത്തെക്കുറിച്ച് TP രാമകൃഷ്ണൻ പ്രതികരിച്ചു. ഈ വിഷയത്തിൽ ഏത് തരത്തിലുള്ള നിയമ നടപടികളെയും നേരിടാൻ താൻ തയ്യാറാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. താൻ നിയമലംഘനം നടത്തിയിട്ടില്ലെന്ന് ഇതിനോടകം വ്യക്തമായ കാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. വിവാദവുമായി ബന്ധപ്പെട്ട തന്റെ ഭാഗത്ത് ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ലെന്ന് ജില്ലാ കളക്ടർ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയതാണ്. രാഷ്ട്രീയ പ്രേരിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്ക് നിയമവഴികൾ തേടാം. വസ്തുതകൾ പരിശോധിച്ച അധികൃതർക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങളിൽ ആശങ്കപ്പെടാനില്ലെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. ദേശീയ രാഷ്ട്രീയത്തിലെ നിർണായക വിഷയമായ വനിതാ സംവരണ ബില്ലിനെ കുറിച്ചും CPIMന്റെ നിലപാട് അദ്ദേഹം വ്യക്തമാക്കി. വനിതാ ബില്ലിന് CPIM ഒരിക്കലും എതിരല്ല. എന്നാൽ ബില്ലിനോടൊപ്പം മണ്ഡല പുനർനിർമ്മാണം കൂടി നടപ്പിലാക്കാനുള്ള നീക്കം ദുരുദ്ദേശപരമാണെന്ന് അദ്ദേഹം ആരോപിച്ചു. മണ്ഡല പുനർനിർണയം നടപ്പിലാക്കുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് വലിയ തിരിച്ചടിയാകും. ജനസംഖ്യാ നിയന്ത്രണം വിജയകരമായി നടപ്പിലാക്കിയ കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ പാർലമെന്റ് സീറ്റുകളുടെ എണ്ണം കുറയാൻ ഇത് കാരണമാകും. ഇത് ഫെഡറൽ സംവിധാനത്തോടുള്ള വെല്ലുവിളിയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ജനസംഖ്യയെ മാത്രം അടിസ്ഥാനമാക്കി സീറ്റുകൾ പുനർനിർണയിക്കുമ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് അമിത പ്രാധാന്യം ലഭിക്കും. വികസന മാതൃകകൾ പിന്തുടരുന്ന സംസ്ഥാനങ്ങളെ ശിക്ഷിക്കുന്നതിന് തുല്യമാണിത്. അതുകൊണ്ടാണ് ബില്ലിലെ ചില നിബന്ധനകളെ പാർട്ടി ശക്തമായി എതിർക്കുന്നത്. പേരാമ്പ്രയിലെ തിരഞ്ഞെടുപ്പ് വിശകലനം ചെയ്യുമ്പോൾ LDFന്റെ സംഘടനാ സംവിധാനം കൃത്യമായി പ്രവർത്തിച്ചിട്ടുണ്ട്. വികസന തുടർച്ചയായി ജനങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. എതിരാളികളുടെ കുപ്രചാരണങ്ങളെ വോട്ടർമാർ തള്ളിക്കളയുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. UDFന്റെ അവകാശവാദങ്ങൾ വെറും രാഷ്ട്രീയ അടവ് മാത്രമാണ്. മണ്ഡലത്തിലെ ഓരോ വോട്ടർക്കും LDF സർക്കാർ ചെയ്ത കാര്യങ്ങൾ അറിയാം. അതുകൊണ്ട് തന്നെ വോട്ടെണ്ണൽ പൂർത്തിയാകുമ്പോൾ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കാനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് മുന്നണിയെന്ന് അദ്ദേഹം പറഞ്ഞു. തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്താൻ ചേർന്ന യോഗത്തിന് ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. മണ്ഡലത്തിലെ വോട്ടർമാരോടും പ്രവർത്തകരോടും അദ്ദേഹം നന്ദി അറിയിച്ചു. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ സ്വീകരിക്കേണ്ട ക്രമീകരണങ്ങളെക്കുറിച്ചും പാർട്ടി കൃത്യമായ പ്ലാനുകൾ തയ്യാറാക്കിയിട്ടുണ്ടെന്നും TP രാമകൃഷ്ണൻ വ്യക്തമാക്കി.